ഏകലവ്യൻ തന്റെ വലതു കൈവിരൽ ഗുരു ദ്രോണാചാര്യർക്ക് ദക്ഷിണയായി നൽകിയെങ്കിൽ പുനലൂരിൽ ഒരു കൂട്ടം ശിഷ്യന്മാർ ചേർന്ന് ഗുരുവിന് നൽകിയത് ഒരു ബുള്ളറ്റ് ബൈക്കാണ്. മബ്നു ഷിട്ടോറു കരാട്ടെ ടു ഇന്റർനാഷണൽ പുനലൂർ സ്കൂളിലെ കുട്ടികളാണ് മാസ്റ്റർക്ക് റോയൽ എൻഫീൽഡ് ബൈക്ക് നൽകിയത്. പഠിച്ചിറങ്ങി 10 വർഷത്തിനു ശേഷമാണ് ശിഷ്യന്മാരെല്ലാം ചേർന്ന് മാസ്റ്റർ അനൂപിനെ അമ്പരപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ ശിഷ്യന്മാർ ബൈക്കുമായി എത്തിയത്. അതിയായ സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടായത്. അപ്പം അതിൽ എന്താ പറയുന്നത്, ഇന്നലെ ആണെങ്കിൽ ഞാനും നമ്മുടെ സ്കൂളിൻ്റെ ചീഫ് ഇൻസ്പെക്ടറും ഷമീറും കൂടെ പുനലൂർ കരാട്ടെ ക്ലാസ് റൂം കുറച്ച് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ജോബിനും ഷെറിനും അവിടെ വന്നു. അപ്പോൾ ജോബിൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ജോബിന് പുതിയ ക്ലാസ് തുടങ്ങണം, കൊട്ടാരക്കര അടുപ്പിച്ചാണ്. അപ്പം നമുക്ക് ആ ക്ലാസ് ഒന്ന് കാണണം, കണ്ടിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഞാനും ഷമീറും ജോബിനും ഷെറിനും കൂടെ അങ്ങോട്ട് ചെന്ന് ഇവർ ഒട്ടാരക്കരയ്ക്ക് അടുപ്പിച്ചായപ്പം ആ ഒരു ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, സനലുണ്ടാവത്ത്, സനലിനതൊരു വണ്ടി എടുക്കണം, അപ്പോൾ സാറോ സെലക്ട് ചെയ്യും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ സനലിൽ നമുക്കുള്ള ഇൻസ്ട്രക്ടറാണ് സനലിന് വേണ്ടിയാണ് വണ്ടി എടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പം അവിടെ ഈ പറയുന്ന നമ്മുടെ സ്കൂളിലെ മറ്റേ ഇൻസ്ട്രക്ടർ ആദിഷ്, അജിന്, അശ്വിൻ, അങ്ങനെ മറ്റേ കുറേ പേരൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ തന്നെ ആകെ ഒരു ഷോക്കായിരുന്നു. പിന്നെ അവർ വന്ന് പറയുന്നത്, ജോബിന് സാറിനോട് പറയുന്നത്, സാറ് ഞങ്ങൾ സാറിന് വേണ്ടി ഒരു ഗിഫ്റ്റാണിത്, സാറിന് ഒരു വണ്ടി ഞങ്ങൾ ഗിഫ്റ്റ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്താ പറയുന്നത്, ആകെ അങ്ങ് ഷോക്കായിപ്പോയി. 2007 മുതൽ കരാട്ടെ അധ്യാപകനായ അനൂപ് നിരവധി കുട്ടികളെ മനോധൈര്യത്തിന്റെ ഉച്ചസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. 2009 സ്വന്തമായി കരാട്ടെ സ്കൂൾ പുനലൂർ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 40ഓളം ബ്രാഞ്ചുകളുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് 5th ഡിഗ്രി നേടിയിട്ടുണ്ട്. പുനലൂർ സ്വദേശി അനൂപ് നിരവധി കുട്ടികളെയാണ് നാളിതുവരെ ദേശീയ അന്തർദേശീയ തലത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിലെ മത്സര ജഡ്ജ് കൂടിയാണ് അനൂപ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.